ദൈവത്തിന്റെ പ്രതീകങ്ങളായി നമ്മൾ കാണുന്നവരാണ് ഗുരുക്കന്മാർ. ഗുരുവിന് ശേഷമേ ദൈവത്തെ വണങ്ങാവൂ എന്നാണ് വേദങ്ങൾ പോലും പഠിപ്പിച്ചത്. പക്ഷേ അത്തരം ആശയങ്ങളെ മാറ്റിപ്പിടിക്കേണ്ട സമയമായോ എന്നാണ് കേരളത്തിലെ അടുത്തിടെ വരുന്ന വാർത്തകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ലഹരി കേസിൽ 3 അധ്യാപികമാർ അറസ്റ്റിലായ വാർത്ത ഞെട്ടലോടെ തന്നെയാണ് കേരളം കേട്ടത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അവരെ പിടികൂടിയ കേരള പോലീസിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പക്ഷേ തുണ്ട് ബീഡിയിൽ തുടങ്ങി ഇന്ന് രാസലഹരി വരെ എത്തി നിൽക്കുന്ന പ്രബുദ്ധ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ലഹരിയെ യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ്? ഇന്ന് കേരളത്തിലെ ഓരോ വീടും ഒരു ലഹരി കേന്ദ്രമാണ്. ഒരു സിഗരറ്റ് കൂടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മക്കൾക്ക് മുന്നിലിരുന്ന് സിഗരറ്റ് വലിച്ച് അതിലെ പുക അവരെ രസിപ്പിക്കുന്ന രീതിയിൽ പുറത്തേക്ക് വിടുന്ന അച്ഛൻ യഥാർത്ഥത്തിൽ അവരെ ലഹരിയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. വില കൂടിയ മദ്യക്കുപ്പികൾ ഉപയോഗിച്ച ശേഷം അതിലെ ഭംഗി കണ്ട് അത് കളയാതെ വീട്ടിലെ അലങ്കാര വസ്തുവാക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ലഹരിയെ നോർമലൈസ് ചെയ്യുകയാണ്. കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. അവരെല്ലാം കാണുകയും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ ഇതേ സാധനം അവർ ഉപയോഗിച്ചത് നിങ്ങൾ ചോദ്യം ചെയ്താൽ ചെറുപ്പത്തിൽ അവർ മനസ്സിലാക്കിയതെല്ലാം മറുപടികളായി പുറത്തു വരും. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ഫ്ലക്സുകളായി നിരന്നപ്പോൾ നമ്മൾ മുതിർന്നവർ ശ്രദ്ധിക്കാതെ പോയ എന്നാൽ കുട്ടികളുടെ മനസ്സിൽ വ്യക്തമായി പതിഞ്ഞ ചില ചിത്രങ്ങളുണ്ട്. ടീമിലെ കോച്ചോ പ്രധാനപ്പെട്ട കളിക്കാരനോ ചുരുട്ട് വലിച്ചു നിൽക്കുന്ന ചിത്രം. ഫുട്ബോൾ അല്ലേ ലഹരിയാവേണ്ടത്? അതിനിടയിൽ മറ്റൊരു ലഹരി എന്തിനാണ് കുത്തിക്കേറ്റുന്നത്? അഭിനയിച്ച സിനിമയിൽ ഹെൽമറ്റ് ഇടാത്തതിന്റെ പേരിൽ മോഹൻലാലിനെ കൊണ്ട് ഫൈൻ അടപ്പിച്ച നാടാണ് കേരളം. പക്ഷേ ഇങ്ങനത്തെ ഫ്ലക്സുകൾ വെച്ചതിന്റെ പേരിൽ ഏതെങ്കിലും വ്യക്തിയെയോ സംഘടനയെയോ ഗവൺമെന്റ് ശാസിക്കുന്നതോ ഫൈൻ അടപ്പിക്കുന്നതോ കണ്ടില്ല. മദ്യം കഴിച്ച് സ്വന്തം ആരോഗ്യത്തെയും കുടുംബത്തെ സമാധാനത്തെയും നശിപ്പിക്കുന്ന അച്ഛന്മാരെ കണ്ടു വളർന്നിട്ടും അതേ തെറ്റു തന്നെ ചെയ്യുന്ന ഒരുപാട് യുവാക്കളുടെ നാടാണ് കേരളം. മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്നും സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നും എഴുതിക്കൊണ്ട് അത്തരം സീനുകൾ എടുക്കുന്ന സംവിധായകരും അത് എഴുതി കൊടുക്കുന്ന എഴുത്തുകാരും നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയാണ് ഈ നാട്ടിനോടുള്ളത് എന്ന് വ്യക്തമാക്കണം. ദീർഘദൂര യാത്രകൾ കഴിഞ്ഞു വരുമ്പോൾ രാത്രി 1 മണിക്കും 2 മണിക്കും റോഡിൽ കൂട്ടമായി നിൽക്കുന്ന ആൺകുട്ടികളെ കാണാം. സമയത്ത് അവിടെ നിൽക്കുന്ന ആ കുട്ടികളെ ചോദ്യം ചെയ്യാത്ത പോലീസിനെയാണോ തെറ്റു പറയേണ്ടത്? അതോ മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന അവരോടൊപ്പം ചേർന്ന് നിന്ന് എന്റെ മക്കളെ നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന അവരുടെ മാതാപിതാക്കളെയാണോ തെറ്റു പറയേണ്ടത്? ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ കേൾക്കില്ല എന്ന പതിവ് മറുപടി വേണ്ട. അനുസരണശീലമുള്ള മാതാപിതാക്കളെ ബഹുമാനിക്കാൻ അറിയുന്ന കുട്ടികളെ നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് അത്തരം കുട്ടികൾ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് സത്യം. അടിയോടടുക്കുമോ അണ്ണൻ തമ്പി എന്ന് പറഞ്ഞാൽ എന്റെ നേരെ വാളെടുക്കണ്ട. കെട്ടിയിട്ട് തല്ലാനോ ചട്ടുകമെടുത്ത് പൊള്ളിക്കാനോ അല്ല പറയുന്നത്. ചെറിയ പ്രായത്തിൽ കിട്ടുന്ന ചെറിയ അടികളും വഴക്കും ഇൻസൾട്ടായി പോകുന്ന സാഹചര്യങ്ങളും അപ്പോൾ തന്നെ മാനേജ് ചെയ്യാൻ അവർ പഠിച്ചാൽ കൗമാരപ്രായത്തിൽ അവർക്കൊരിക്കലും ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരില്ല. എത്ര തല്ലിയാലും വഴക്ക് പറഞ്ഞാലും അവസാനം താങ്ങാനായി അച്ഛനും അമ്മയും ഉണ്ടാകുമെന്ന തിരിച്ചറിവ് വളരെ ചെറുപ്പത്തിലെ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരു രാസലഹരിയും അവരെ ആകർഷിക്കില്ല. മക്കളല്ല, അവരെ വളർത്താൻ അറിയാത്ത മാതാപിതാക്കളാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നം.